name is Nadaike. I'm a third year BCom student from Amal College. Classifications of percocets. There are three classifications: percocet taxable in all cases, percocet taxable in case of specified employees, tax-free percocets. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ, അതായത് percocet taxable in all cases. ഇതിൽ the value of rent-free accommodation provided to the assessee by his employer, അതായത് വാടക കൊടുക്കാതെ താമസിക്കാൻ സൗകര്യം ഏർപ്പെടുത്തി തരാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ജോബ് ദൂരെയാണ് കിട്ടിയിരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കമ്പനി അല്ലെങ്കിൽ ആ ബിസിനസ് നടക്കുന്ന നമുക്ക് ഈ ജോബ് കിട്ടിയ സ്ഥാപനം നമുക്ക് അവിടെ റെൻറ്റ് ഫ്രീ ആയിട്ട് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരാം. അപ്പോൾ അത് നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ്. സോ ഇത് ടാക്സബിൾ ആയിരിക്കും. ഇനി രണ്ടാമത്തെ, എനി സം പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഇൻ റെസ്പെക്ട് ഓഫ് എനി ഒബ്ലിഗേഷൻ വീച്ച് ബട്ട് ഫോർ സച്ച് പേയ്മെൻറ്റ് വുഡ് ഹാവ് ബീൻ പേയബിൾ ബൈ ദ അസസി. ഇതിൽ എന്തോ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് എംപ്ലോയി കൊടുക്കേണ്ട എമൗണ്ടൊക്കെ എംപ്ലോയർ കൊടുക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ഒരു മുതലാളി തൊഴിലാളി ഇപ്പോൾ ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിലൊക്കെ കയറി. അപ്പോൾ സ്വാഭാവികമായിട്ടും മുതലാളി തൻ്റെ ബില്ലടക്കും, അതുപോലെ തന്നെ തൊഴിലാളി തൻ്റെ ബില്ലും അടക്കും. പക്ഷേ ഈ കേസിൽ മുതലാളി ബില്ലടക്കുമ്പോൾ തൊഴിലാളിയുടെ കൂടെ അടക്കും. അപ്പോൾ ഇങ്ങനെ അടക്കണതുകൊണ്ട് തന്നെ മുതലാളി തൊഴിലാളി റിലേഷൻഷിപ്പ് കൊണ്ടാണ് ഈ ഒരു ബിൽ എമൗണ്ടൊക്കെ അടക്കണത്. അപ്പോൾ ഇത് എംപ്ലോയിന് കിട്ടുന്ന ബെനിഫിറ്റ് തന്നെയാണ്. സോ ഇറ്റ്സ് എ ടാക്സബിൾ പെർക്വസൈറ്റ്സ്. പിന്നെ ഇതിൽ തന്നെ ഒരു 5 പോയിന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പോയിന്റിലേക്കാണ്, പേയ്മെൻറ്റ് ബൈ ദ എംപ്ലോയർ ഓഫ് ദ എംപ്ലോയീസ് ക്ലബ് ഓർ ഹോട്ടൽ ബിൽസ് പ്രൊവൈഡഡ് ദാറ്റ് ആർ നോട്ട് കണക്റ്റഡ് വിത്ത് ദ എംപ്ലോയീസ് ബിസിനസ്. അതായത് ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ടല്ലാതെ എംപ്ലോയി ക്ലബിലൊക്കെ പോയി സമയം ചെലവഴിക്കുക, അല്ലെങ്കിൽ ഹോട്ടലിൽ സമയം ചെലവഴിക്കുക, കൂടാതെ ആ സമയത്ത് ബില്ലൊക്കെ ആര് കൊടുക്കണ, എംപ്ലോയർ അടക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ എംപ്ലോയിക്ക് കിട്ടണ ഒരു ഫെസിലിറ്റി അല്ല ഇത്, അതുപോലെ ഈ ജോബ് കൊണ്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റും കൂടിയാണ്. ഇനി അതിൽ രണ്ടാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ, പേയ്മെൻറ്റ് ബൈ ദ എംപ്ലോയർ ഓഫ് എനി ലോൺ ഡ്യൂ ഓൺ ഹിസ് എംപ്ലോയി. അതായത് തൊഴിലാളിയുടെ ലോണൊക്കെ ഡ്യൂ ആയി നിൽക്കുകയാണെങ്കിൽ അത് തൊഴിലാളി അല്ല അടയ്ക്കേണ്ടത്, പക്ഷേ ഈ കേസിൽ ആ ഡ്യൂ ആയ ലോൺസ് എല്ലാം മുതലാളി അടച്ചു. അപ്പോൾ ഈ എംപ്ലോയിക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് തന്നെയാണ്, ഒരു ലാഭം തന്നെയാണ് ഇത്. പിന്നെ അടുത്ത പോയിന്റ് എന്താ വെച്ചാൽ, പേയ്മെൻറ്റ് ബൈ എംപ്ലോയർ ഓഫ് എഡ്യൂക്കേഷൻ എക്സ്പെൻസസ് ഓഫ് ചിൽഡ്രൻ ഓഫ് ഹിസ് എംപ്ലോയീസ്. അതായത് എംപ്ലോയീസിന് ഓരോ മാസം എഡ്യൂക്കേഷൻ അലവൻസ് പറഞ്ഞിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ എംപ്ലോയിൻ്റെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ എക്സ്പെൻസസ് ഏറ്റെടുത്ത് അടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ടാക്സബിൾ ആണ്. കാരണം ഈ എമൗണ്ട് എംപ്ലോയിക്ക് വെറുതെ കിട്ടുന്നതാണ്, അതായത് ഒരു ബെനിഫിറ്റാണ്. പിന്നെ അടുത്തത്, പേയ്മെൻറ്റ് ബൈ ദ എംപ്ലോയർ ഓഫ് സാലറി ഫോർ ദ ഡൊമസ്റ്റിക് സെർവൻറ്റ് ഓഫ് എംപ്ലോയീസ്. അതായത് എംപ്ലോയിൻ്റെ വീട്ടിൽ ഒരു സെർവൻ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ സെർവൻറ്റിന് സാലറി കൊടുക്കേണ്ടത് ആരാ, എംപ്ലോയി. പക്ഷേ മുതലാളിയാണ്, എംപ്ലോയറാണ് ഈ സാലറി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ എംപ്ലോയിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് അല്ലത്. സോ അത് അടുത്ത പോയിന്റ്, ഇൻകം ടാക്സ് പെയ്ഡ് ബൈ എംപ്ലോയർ ഓൺ ദ ഇൻകം ഓഫ് എംപ്ലോയി. അതായത് എംപ്ലോയിയുടെ ഇൻകം ടാക്സ് എംപ്ലോയർ അടക്കുകയാണെങ്കിൽ അതും എംപ്ലോയിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് അല്ലേ. സോ അതും ടാക്സബിൾ ആയിരിക്കും. പിന്നെ അടുത്ത പോയിന്റ് വെച്ചാൽ, എനി സം പേയബിൾ ബൈ ദ എംപ്ലോയർ ഓൺ ദ ലൈഫ് ഓഫ് ദ എംപ്ലോയീസ്. അതായത് ഇപ്പോൾ എംപ്ലോയിയുടെ ലൈഫിന് വേണ്ടിയിട്ട് എംപ്ലോയർ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നുണ്ടെങ്കിൽ അത് എംപ്ലോയിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് അല്ലേ. സോ ടാക്സബിൾ പെർക്വസൈറ്റ്സ് ആണ് അതും. പിന്നെ അടുത്ത പോയിന്റ്, ദ വാല്യൂ ഓഫ് എനി അതർ ഫ്രിഡ്ജ് ബെനിഫിറ്റ്സ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അതായത് മറ്റെന്തെങ്കിലും ഫ്രിഡ്ജ് ബെനിഫിറ്റ് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ടാക്സബിൾ പെർക്വസൈറ്റ്സ് ആയിരിക്കും. ഇനി ദ വാല്യൂ ഓഫ് ഫോളോയിങ് ബെനിഫിറ്റ് ഷാൾ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻകം ഓഫ് എംപ്ലോയി. അതായത് എംപ്ലോയിയുടെ ഇൻകത്തിൻ്റെ കൂടെ ചില ബെനിഫിറ്റ്സ് കൂടെ ഉണ്ട്. അതായത് ഇപ്പോൾ പറയുന്ന പോയിന്റ്സ്, ഇൻട്രസ്റ്റ് ഫ്രീ ഓർ കൺസെഷണൽ ലോൺ. അതായത് ഒരു സ്ഥാപനത്തിൽ നിന്നും തൊഴിലാളിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ കൺസെഷനോട് കൂടിയിട്ട് ലോൺ കിട്ടുന്നത്. പിന്നെ ഹോളിഡേ എൻജോയ്മെൻറ്റ്, പിന്നെ ഫുഡ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്, അതുപോലെ ഗിഫ്റ്റ്, ക്ലബ് എക്സ്പെൻസസ്, യൂസ് ഓഫ് മൂവബിൾ അസറ്റ്സ്. അതായത് ഇപ്പോൾ നമുക്ക് എന്താ
ഇപ്പോൾ എക്സാമ്പിൾ പറയാം, മൂവബിൾ അസറ്റ്സ്. ഇപ്പോൾ നമ്മൾ ജോലിക്ക് ചേരുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന നമുക്ക് കാറ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ മൂവബിൾ അസറ്റ്സ്, അതുപോലെ ട്രാൻസ്ഫർ ഓഫ് മൂവബിൾ അസറ്റ്സ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അതായത് പെർക്വിസൈറ്റ്സ് ടാക്സബിൾ ഇൻ ആൾ കേസസ്. So I conclude here. Thank you everyone.